വിദ്യാർത്ഥികളെ 7ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയുടെ സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് വായിക്കാം എഴുതാം എന്നുള്ള ഫസ്റ്റ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈഗർ ഭാഗ്യവാനായ നായയാണ്. നാട്ടൊട്ടുക്ക് ക്ഷാമം പിടിപെട്ട് ജനങ്ങൾ പട്ടിണിയായാൽ എല്ലാം തോലുമായി തീർന്നെങ്കിലും ടൈഗറിന് ചടവൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ഇരിപ്പ് കണ്ടാൽ വീർത്ത കരിമ്പടക്കെട്ടാണെന്നേ തോന്നും. കാലുകൾ 4 വാലും വെളുത്തിട്ടാണ്, കണ്ണുകൾ ചുവപ്പ് കലർന്ന തവിട്ടു നിറം. പോലീസുകാരൻ്റേതുപോലെ ടൈഗറിന്റെ കണ്ണുകൾക്കും രൂക്ഷതയുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയിലെ ഭാഗമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നാട്ടൊട്ടുക്കും ക്ഷാമം പിടിപെട്ടിട്ട് ജനങ്ങൾ പട്ടിണിയാൽ എല്ലും തോലുമായി തീർന്നെങ്കിലും ടൈഗറിന് ചടവൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്ത്? ടൈഗറിന്റെ ഭാഗ്യത്തെ. ഒന്നാമത്തെ എ ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, വീർത്ത കരിമ്പടക്കെട്ടുപോലെ എന്ന് ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനെയാണ്? ടൈഗറിന്റെ ഇരിപ്പിനെ. എന്തിനെയാണ്? ടൈഗറിന്റെ ഇരിപ്പിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി സി, പ്രസ്താവന 1, ടൈഗറിന്റെ കാലുകൾ 4 വാലും വെളുത്തിട്ടാണ്, കണ്ണുകൾ ചുവപ്പ് കലർന്ന തവിട്ടു നിറം. പ്രസ്താവന 2, പോലീസുകാരൻ്റെതുപോലെ ടൈഗറിന്റെ കണ്ണുകൾക്കും രൂക്ഷതയുണ്ട്. ഇത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2 മാത്രമാണ് ശരി. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി ഡി ക്വസ്റ്റ്യൻ, കഥയിലെ സൂചനകൾ പ്രകാരം ടൈഗറിന്റെ ശരീരത്തിന്റെ നിറം എന്താവാം? ടൈഗറിന്റെ ശരീരത്തിന്റെ നിറം എന്താണ്? ഓപ്ഷൻ സി, കറുപ്പ് നിറമാവാനാണ് ചാൻസ്. ഇനി ഇ, നാട്ടിലെമ്പാടുമുണ്ടായ കൊടിയ ദാരിദ്ര്യത്തെ കഥയിൽ എങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ടൈഗറിന്റെ വീർത്ത ശരീരം, ജനങ്ങളുടെ പട്ടിണി, എല്ലും തോലുമായ ശരീരം, ടൈഗറിന്റെ ചടവുള്ള ശരീരം. 2ഉം 3ഉമാണ് അല്ലെ. എല്ലും തോലും ജനങ്ങളുടെ പട്ടിണിയും. 2ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അതായത് ബസ്സിൽ ഉള്ള യാത്രക്കാരുടെ ഇരിപ്പിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള ഇതിൽ നല്ല ആരോഗ്യവാനായ ഒരു വ്യക്തി ഇരിക്കുകയാണ്. ഭിന്നശേഷിക്കാരൻ എന്ത് ചെയ്യാണ്? ബസ്സിൽ പിടിച്ചവിടെ നിൽക്കുകയാണ്. കാല് വയ്യാത്ത ആൾ പിടിച്ച് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ കാർട്ടൂൺ വിശകലനം ചെയ്ത് നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഇത് ചെയ്യുന്നത് ശരിയാണോ? അല്ല അല്ലേ. അവർക്ക് അവിടെ ഒഴിച്ചിട്ടിരിക്കുന്ന സീറ്റ് അവർക്ക് തന്നെ നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ 4 ദിക്കിലും കറുത്ത കോട്ടയായി ഉടയ്ക്കും മന്തിയിൽ ഈ വരികൾ അർത്ഥമാക്കുന്നത് എന്താണ്? എന്തൊക്കെയാണ്? തുരുത്തിനു ചുറ്റും കോട്ട കെട്ടി സംരക്ഷിക്കുന്നു, കാർമേഘം വന്ന് മൂടിക്കിടക്കുന്നു, ഇടിയും മിന്നലും ഉണ്ടാവുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു. ഇതിൽ 2ഉം 3ഉം ഓപ്ഷൻ ബി ആണ് ശരി. 2ഉം 3ഉമാണ് ശരി. ഇനി രണ്ടാമത്തെ സി, എനിക്കറിയാവുന്ന തിയറിയിൽ ആദ്യത്തേത് പ്രാക്ടിക്കലാക്കാൻ നോക്കുകയാണ് കാസിം. എന്താണ് പ്രാക്ടിക്കലാക്കാൻ നോക്കുന്നത്? എന്താണ്? ഓപ്ഷൻ സി, തൊട്ടിക്കിണറ്റിലിട്ട് പൂച്ചയെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലാക്കാൻ നോക്കുന്നത്. ഇനി മൂന്നാമത്തേല് പ്രതികരണക്കുറിപ്പ്. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ഭാഗമായ ഇൻക്ലൂസീവ് കായികമേളയിലെ ചിത്രമാണിത്. സ്നേഹസുന്ദര പാതയിലൂടെ എന്ന യൂണിറ്റിൽ ചേർത്ത് പിടിക്കലിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. തന്നിരിക്കുന്ന ചിത്രത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ചേർത്ത് പിടിക്കലിന്റെ പ്രാധാന്യം, അതായത് ഒരാളെ നമുക്ക് എന്തെങ്കിലും ഭിന്നശേഷികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ അകറ്റി നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിർത്താതെ അവരെയും കൂടെ ചേർത്ത് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. അപ്പം അതിനെക്കുറിച്ച് ഇതും ഈ പിക്ചറും വച്ചിട്ട് നിങ്ങളോടൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കാട്ടുമക്കൾ ഉറങ്ങിയ കാട്, വളർന്ന കാട്, പോറ്റിയ കാട്, വളർന്ന കാട്, ഇന്ന് കൺകാഴ്ച മാത്രം. പാഠഭാഗത്തെ ആശയത്തെയും മനുഷ്യന്റെ പ്രവർത്തികളെയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇന്ന് മനുഷ്യരെന്താണ് കാടും മേടും ഒക്കെ വെട്ടി നശിപ്പിച്ച് ഇന്നത് നമുക്ക് ഒരു കാഴ്ച മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കൃത്രിമമായി കാടുകൾ ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് മനുഷ്യന്റെ പ്രവർത്തികളൊക്കെയാണ് ഇതിന് കാരണം. അപ്പോൾ അതിന് നമ്മുടെ പാഠഭാഗത്തെ ആശയത്തെയും ഈ കഥയിൽ പറയുന്ന ആശയത്തെയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
നാലാമത്തത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. വർണ്ണങ്ങൾ എന്നൊരു കവിതയാണ്. പുഷ്പങ്ങൾക്കുണ്ടല്ലോ പലതരം വർണ്ണങ്ങൾ, സസ്യങ്ങൾക്കുണ്ടല്ലോ വിവിധ വർണ്ണങ്ങൾ, മനുഷ്യന്റെ നിറത്തെ മാത്രം എല്ലാവരും വ്യത്യസ്തമായി കാണുന്നതെന്തേ? അപർണ MG. അതെ, ഈ ലോകത്തെ എല്ലാ സാധനങ്ങൾക്കും പല നിറത്തിലുള്ള വർണ്ണങ്ങളുണ്ട് അല്ലെ, നിറങ്ങളുണ്ട്. അതിനൊന്നും നമ്മൾ അകറ്റി നിർത്തുന്നില്ല. പക്ഷെ മനുഷ്യന്റെ നിറത്തെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ കറുപ്പാണെന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്നു അല്ലെ, വെളുത്തവര് കറുത്തവര് എന്നും പറഞ്ഞ് നമ്മൾ വേർതിരിച്ച് കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നാണ് ഈ കവിതയിൽ ചോദിക്കുന്നത്. അപ്പോൾ പ്രകൃതി വർണ്ണശബളമാണ്, ജീവജാലങ്ങളെല്ലാം മനോഹരങ്ങളാണ്. വർണ്ണങ്ങൾ എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ കവിതയിൽ പറയുന്ന ആ ആശയത്തെ മുൻനിർത്തി ഈ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നാലാമത്തേത് താരതമ്യക്കുറിപ്പാണ്. പൊറുക്കാവതല്ല, സൂര്യോദയത്തിൽ ചന്ദ്രന്റെ വാട്ടം ചന്ദ്രോദയത്തിൽ സൂര്യനുമുണ്ടാം. ഈ ലോകതത്വത്തിൽ നിദാനമെത്ര ഈ പ്രപഞ്ചത്തിൽ ജീവികളെല്ലാം. ഒന്നിനും ഒന്നിനും മീതെയല്ലെന്നും ഒന്നിനും മറ്റൊന്നും ആശ്രയമെന്നും ഒന്നുമെന്നും ചേർന്നു നിന്നതിനെയും സമഭാവന വളർത്തിയ ലോകമേ, നമ്മൾ ഒന്നായി മുന്നേറിയ വീതികൾ എത്ര വേഗം നമുക്ക് അന്യമായി തീർന്നു. ലക്ഷ്മിപ്രിയ MRന്റെ ഒരു കവിതയാണ് ഇത് തന്നിരിക്കുന്നത്. കാടും കടലും ഈ പാട്ടും ഈ മൺമഴക്കാറ്റും എന്നാണ് നാം അറിയും. സുഗതകുമാരിയുടെയാണ്. സ്നേഹസുന്ദരപാതയിലൂടെ എന്ന യൂണിറ്റിലെ ആശയവും തന്നിരിക്കുന്ന കവിതയിലെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നും ഒന്നിനും മീതെയോ ഒന്നുമല്ല, എല്ലാവരും ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ചന്ദ്രന് വാട്ടം ഉണ്ടെങ്കിൽ പക്ഷെ വൈകിട്ടാവുമ്പോൾ എന്താണ്, സൂര്യനും അതേ വാട്ടം തന്നെ ഉണ്ടാവും. ഒന്നും ശാശ്വതമല്ല അല്ലേ, ഒന്നും ശാശ്വതമല്ല. അപ്പൊ സൂര്യനും അതേ വാട്ടം തന്നെ ഉണ്ടാകാം. അപ്പോൾ ചന്ദ്രൻ ഉണർന്നു വരും. അപ്പോൾ പരസ്പരം കൂർത്തു പിടിച്ച് ചേർന്ന് ആശ്രയിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ജീവിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ആ ജീവിതമൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് അന്യമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ സ്നേഹസുന്ദരപാതയിലൂടെ എന്ന കവിത എന്ന യൂണിറ്റിലെ ആ ആശയവുമായി ബന്ധിപ്പിച്ച് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ നിവേദനം തയ്യാറാക്കാനാണ്. തെരുവുനായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തെരുവുനായ നിയന്ത്രണം അത്യാവശ്യമാണ്. ഇവയെ പരിഗണിച്ചുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടതുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് അധികാരികൾക്ക് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ആർക്കാണോ കത്ത് അയക്കുന്നത്, പഞ്ചായത്ത് അധികാരികൾക്കല്ലേ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്നുള്ള രീതിക്ക്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. തെരുവുനായ ലക്ഷ്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തെരുവുനായ നിയന്ത്രണം നമുക്ക് അത്യാവശ്യമാണ്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു സംരക്ഷണം നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങ് ശ്രദ്ധിക്കുമല്ലോ, ഇത് പരിഗണനയിൽ എടുക്കുമല്ലോ എന്ന് നന്ദിയോടെ ഇന്ന ആള് എന്നുള്ള രീതിയിൽ ഒരു നിവേദനം തയ്യാറാക്കുകയാണ് വേണ്ടത്. അടുത്തത് വാഗ്മയ ചിത്രം തയ്യാറാക്കുക. ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിളിപ്പാടം ചോന്നിതല്ലോ, പ്രഭാത സൂര്യന്റെ വരവിനെയും പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളെയും ഗ്രാമസ്ത്രീകൾ എന്ന കവിതയിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ആ മാതൃക പോലെ തന്നെ അസ്തമയത്തിന്റെ മനോഹരമായ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അവിടെ അസ്തമയത്തിന് നമ്മൾ ഈ കവിതയിലുണ്ട് അല്ലേ, അത് സൂര്യോദയത്തിൽ നമുക്ക് ഇവിടെ ഇതിൽ പറയുന്ന പോലെ സൂര്യനും ഈ ലോകത്തിൽ വെളിച്ചമാകുന്ന സൂര്യൻ എന്ത് ചെയ്യുന്നു, അസ്തമയത്തിൽ മങ്ങിപ്പോകുന്നു. ചന്ദ്രൻ ഉയർന്നു വരുന്നു. അപ്പോൾ പ്രകൃതിയൊക്കെ ഇങ്ങനെ, കിളികളൊക്കെ അതിൻ്റെ കൂട്ടിലേക്ക്. അപ്പം നിങ്ങൾക്കത് വാഗ്മയ ചിത്രം പോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.